ഗസയിലെ പാവം കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്യുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഹമാസിനെ നാമാവശേഷമാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഗാസയെ ആക്രമിച്ച് ശ്മശാന ഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് ജൂതൻ. യുദ്ധം അവസാനിപ്പിക്കാത്തതിന്റെ കാരണക്കാരനും ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിന്റെ കണ്ണില്ലാ ക്രൂരതകൾ അക്കമിട്ട് നിരത്തിയിട്ടും ആ ക്രൂരതകളെ അംഗീകരിച്ചു കൊടുക്കുകയാണ് അമേരിക്കയും അതുപോലെ പാശ്ചാത്യ ശക്തികളും. ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്ന ഓരോ രാജ്യങ്ങളും സ്വീകരിക്കുന്നത് ഇസ്രായേലിന്റെ കുരുതിക്ക് കൂട്ടുനിൽക്കുക എന്ന നയം തന്നെയാണ്. ഗാസയിലെ പാവം ഫലസ്തീൻ വംശജരെ എന്തിനാണ് കൊന്നുകളയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇസ്രായേൽ തയ്യാറല്ല. എല്ലാ പഴിയും ഹമാസിന്റെ തലയിലേക്കിട്ട് കൈ കഴുകുന്ന ഇസ്രായേൽ അറിയണം, നിങ്ങൾ ചെയ്ത പാപത്തിനുള്ള കൂലി നിങ്ങളെ തേടിയെത്തുമെന്ന യാഥാർത്ഥ്യം. വാർത്തയിലേക്ക് വരാം. ഗസയിലെ ജനങ്ങളെ ഇസ്രായേൽ പട്ടിണിക്കിടുകയാണെന്ന ആരോപണവുമായി സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ 24 മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവ് കാരണം 10 പേരാണ് മരിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 111 ഉയർന്നിരുന്നു. ഇതിൽ 80 കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്ത. സഹായ കേന്ദ്രങ്ങളിലെ ജനക്കൂട്ടത്തിനടിയിലെ ഭയാനകമായ കാഴ്ചകൾ പലപ്പോഴായി പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഭക്ഷണത്തിനായി യാചിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. കൂടാതെ ആശുപത്രിക്കുള്ളിലെ ദൃശ്യങ്ങളിലും പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെയും കുട്ടികളെയും കാണാം. ഗാസയിലെ ഏകദേശം 1 ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്നു. സ്ഥിതിഗതികൾ വഷളാകുന്നതിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി 100-ലധികം അന്താരാഷ്ട്ര സഹായ സംഘടനകളും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും സംയുക്തമായി തയ്യാറാക്കിയ കത്തും നൽകിയിട്ടുണ്ട്. സേവ് ദി ചിൽഡ്രൻ, മെഡിസിൻസ് സാൻസ് ഫ്രോണ്ടിയേഴ്സ്, കാത്തലിക് ഏജൻസി ഫോർ ഓവർസീസ് ഡെവലപ്മെന്റ് തുടങ്ങിയ സംഘടനകളാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഫലസ്തീനികൾ പ്രതീക്ഷയുടെയും ഹൃദയവേദനയുടെയും ഒരു ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും സഹായത്തിനും വെടിനിർത്തലിനും വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്നുമാണ് കത്തിൽ സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ സർക്കാരിന്റെ ഉപരോധം ഗാസയിലെ സാധാരണക്കാരെ പട്ടിണിയിലാക്കുമ്പോൾ അവരെ സഹായിക്കാനെത്തിയ സന്നദ്ധ പ്രവർത്തകരും ഇതേ ദുരിതം അനുഭവിക്കുന്നതായി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. ആവശ്യ വസ്തുക്കളുമായി 1000-ഓളം ട്രക്കുകൾ കാത്തിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സർക്കാർ നൽകുന്ന വിശദീകരണം. എന്നിട്ട് എങ്ങനെയാണ് ഇത്രയധികം മനുഷ്യർ അവിടെ പട്ടിണി മൂലം മരിച്ചു വീഴുന്നത്? ആരോപണങ്ങൾക്ക് പിന്നിൽ ഹമാസിനെ അനുകൂലിക്കുന്ന സംഘടനകളാണ് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആരോപണം. കഴിഞ്ഞ മെയ് മാസത്തിൽ പൂർണ്ണമായ ഉപരോധം നീക്കിയതിനു ശേഷം ഏകദേശം ആവശ്യ വസ്തുക്കളുമായി 4500 ട്രക്കുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയതായും അവർ വെളിപ്പെടുത്തി. 700-ഓളം ലോറികൾ ഇപ്പോഴും അവശ്യ വസ്തുക്കളുമായി ഐക്യരാഷ്ട്രസഭ അധികൃതരെ കാത്തിരിക്കുകയാണെന്നും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇസ്രായേൽ തടസ്സം സൃഷ്ടിക്കുന്നത് കാരണം പ്രതിദിനം 28 ട്രക്കുകൾ മാത്രമേ ഗാസയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ എന്നാണ് സന്നദ്ധ സംഘടനകൾ ആരോപിക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം ഒരു സഹായ കേന്ദ്രത്തിൽ വെടിയുതിർത്തതിനെ തുടർന്ന് 79 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ട്രംപ് അതീവ ദുഃഖിതനാണെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. നാളെ റോമിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പങ്കെടുക്കും. അതേസമയം ഗാസയിൽ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നവർ വെടിയേറ്റ് മരിക്കുന്നതിൽ മാർപ്പാപ്പയും UN സെക്രട്ടറി ജനറലും ഉൾപ്പെടെയുള്ളവർ നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദിനമായിരുന്നു. ഈ ആക്രമണത്തിൽ 1195 ഇസ്രായേലികളും വിദേശികളും കൊല്ലപ്പെടുകയും 251 പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇതിനോടുള്ള പ്രതികരണമായി ഇസ്രായേൽ ഗാസയിൽ വ്യാപകമായ ബോംബാക്രമണവും 2023 ഒക്ടോബർ 27 ഒരു സമ്പൂർണ്ണ ആക്രമണവും ആരംഭിച്ചു. ഹമാസിനെ നശിപ്പിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഗാസയിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കുക എന്നിവയായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ യുദ്ധത്തിന്റെ പുരോഗതിയിൽ ഇസ്രായേൽ ഒന്നിലധികം തവണ യുദ്ധവിരാമം മാറ്റിവെക്കുകയോ ലംഘിക്കുകയോ ചെയ്തതിനുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് ആഗോള ശ്രദ്ധയും വിവാദങ്ങളും സൃഷ്ടിച്ചു. 2025 ജൂലൈ വരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ യുദ്ധവിരാമം മാറ്റിവെക്കലിന്റെ കാരണങ്ങൾ, ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ, അനന്തരഫലങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. 2024 ഏപ്രിൽ മധ്യത്തിൽ ഇസ്രായേൽ ഗാസയിലെ റഫ നഗരത്തിൽ ഒരു ഭൂമി ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നു. എന്നാൽ ഏപ്രിൽ 14 ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടി ആലോചിക്കേണ്ടതിന്റെ ആവശ്യകത മൂലം ഈ പദ്ധതി മാറ്റിവെച്ചു. ഇറാന്റെ ആക്രമണം ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്തുണയായി വിലയിരുത്തപ്പെട്ടു. ഇത് ഇസ്രായേലിന്റെ ശ്രദ്ധയെ ഗാസയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി. 2024 മെയ് 6 ഇസ്രായേൽ റഫയിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് 1 ലക്ഷത്തിലധികം പൗരന്മാരെ ഖാൻ യൂനിസ്
യുഎസിന് പടിഞ്ഞാറുള്ള അൽ മവാസിലേക്ക് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് ഹമാസ് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ 6 ആഴ്ചത്തെ യുദ്ധവിരാമവും തടവുകാരുടെ കൈമാറ്റവും ഉൾപ്പെടുത്തിയ ഒരു കരാർ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു. എന്നാൽ ഇസ്രായേൽ ഈ കരാറിന്റെ നിബന്ധനകൾ അസ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ച് തള്ളിക്കളഞ്ഞു. ഹമാസിന്റെ സൈനിക സമ്മർദ്ദം ചെലുത്താൻ റഫായിലെ സൈനിക നടപടികൾ തുടരുമെന്നും പ്രസ്താവിച്ചു. 2025 ജനുവരി 19 ഈജിപ്ത്, ഖത്തർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുടെ മധ്യസ്ഥതയിൽ ഒരു യുദ്ധവിരാമ കരാറുണ്ടായി. ഇത് 15 മാസത്തെ യുദ്ധത്തിന് ശേഷം താൽക്കാലിക ശാന്തി കൊണ്ടുവന്നു. ഈ കരാർ 1-ാം ഘട്ടത്തിൽ ഇസ്രായേൽ ബന്ദികളെയും ഹമാസ് തടവുകാരെയും കൈമാറ്റം ചെയ്യുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ 16-ാം ദിവസം ആരംഭിക്കുന്നതും ഉൾപ്പെടുന്നതായിരുന്നു. എന്നാൽ 2025 മാർച്ച് 18 ഇസ്രായേൽ ഗാസയിൽ വ്യാപകമായ ബോംബാക്രമണമാണ് ആരംഭിച്ചത്. 400-ലധികം പേരെ കൊലപ്പെടുത്തുന്ന ആക്രമണമായിരുന്നു ഇത് യുദ്ധവിരാമം ലംഘിച്ചതായി ഹമാസ് ആരോപിച്ചു. ഇസ്രായേൽ ഈ ആക്രമണം ആരംഭിച്ചത് ഹമാസ് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാൻ വിസമ്മതിച്ചതിനും യുദ്ധവിരാമ കാലയളവിൽ ഹമാസ് പുനഃസംഘടനയും ആയുധശേഖരണവും നടത്തിയെന്ന് ആരോപിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ്. ഹമാസ് ഇത് നിഷേധിച്ച് ഇസ്രായേൽ കരാർ ലംഘിച്ചുവെന്നും ആക്രമണം ഗാസയിലെ ജനവിഭാഗത്തിനെതിരായ ജനനാശം തുടരാനുള്ള ശ്രമമാണെന്നുമായിരുന്നു പറഞ്ഞത്. ഇസ്രായേലിന്റെ ഈ തീരുമാനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അതിജീവനം തന്നെയാണ്. 2020 മുതൽ അഴിമതി ആരോപണങ്ങളിൽ വിചാരണ നേരിടുന്ന നെതന്യാഹു തന്റെ ഭരണത്തെ പിന്തുണയ്ക്കുന്ന അങ്ങേയറ്റം വലതുപക്ഷ മന്ത്രിമാരുടെ കൂട്ടായ്മയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഈ മന്ത്രിമാർ, പ്രത്യേകിച്ച് ധനമന്ത്രിയായിട്ടുള്ള ബെസലേൽ സ്മോട്രിച്ച്, ഗാസയിൽ ഇസ്രായേൽ വീണ്ടും അധിനിവേശം നടത്തണമെന്നും ഫലസ്തീനികളെ മൂന്നാമത്തെ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കണമെന്നും വാദിക്കുന്ന കൂട്ടത്തിലൊരാളാണ്. യുദ്ധവിരാമം നേരത്തെ വന്നാൽ ഈ മന്ത്രിമാർ ഭരണസഖ്യം ഉപേക്ഷിക്കാം. ഇത് നെതന്യാഹുവിന്റെ ഭരണത്തിന്റെ തകർച്ചയ്ക്കും തെരഞ്ഞെടുപ്പിലെ തോൽവിയിലേക്കും അഴിമതി വിചാരണയിൽ ശിക്ഷയിലേക്കും നയിക്കാം. 2025 ഫെബ്രുവരിയിൽ നെതന്യാഹു ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാത്ത പക്ഷം യുദ്ധം പുനരാരംഭിക്കണമെന്ന് ഭീഷണി മുഴക്കി. ഇത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ യുദ്ധവിരാമ നിർദ്ദേശത്തിന് പിന്തുണ നൽകുന്നതായിട്ടാണ് കാണപ്പെട്ടത്. എന്നാൽ ഈ നിർദ്ദേശം ഹമാസ് തള്ളിക്കളയുകയായിരുന്നു. ഇസ്രായേലിന്റെ തന്ത്രം ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതാണ്. എന്നാൽ ഇത് ഗാസയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും 2025 ജൂലൈ വരെ 62,614 ഫലസ്തീനികളുടെ മരണത്തിനും 2.3 ദശലക്ഷം ജനങ്ങളിൽ ഭൂരിഭാഗവും ഒന്നിലധികം തവണ ബലമായി പലായനം ചെയ്യപ്പെടുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും ആരോഗ്യ സംവിധാനത്തിന്റെ തകർച്ചയ്ക്കും കാരണമായി. ഇസ്രായേലിന്റെ ബോംബാക്രമണവും 2007 മുതലുള്ള ഗാസയുടെ ഉപരോധവും മനുഷ്യത്വരഹിതമായ ശിക്ഷയായി ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും വിമർശിച്ചു. 2025 മാർച്ച് 2 ആരംഭിച്ച പൂർണ്ണ ഉപരോധം ഭക്ഷണം, ഇന്ധനം, മരുന്ന് എന്നിവയുടെ ലഭ്യത നിയന്ത്രിച്ച് ഗാസയിൽ ക്ഷാമത്തിന്റെ അവസ്ഥ സൃഷ്ടിച്ചു. ഇത് 101 പേർ, പ്രധാനമായും കുട്ടികൾ, ക്ഷാമം മൂലം മരിക്കാൻ കാരണവുമായി. ഇസ്രായേലിന്റെ യുദ്ധവിരാമം മാറ്റിവെക്കൽ ആഗോള സുരക്ഷയ്ക്കും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ സ്ഥിരതയ്ക്കും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഈ നടപടികൾ ഹമാസിനെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉപകരിച്ചത്. ഗാസയിലെ 90% വരുന്ന വീടുകൾ നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. ആശുപത്രികൾ, സ്കൂളുകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ പൂർണ്ണമായും തകർന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇസ്രായേലിനെതിരെ ജനനാശം, അതായത് വംശഹത്യ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ACC നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇത് യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യത്വവിരുദ്ധ കുറ്റങ്ങൾക്കുമെതിരെയുള്ള ആഗോള പ്രതികരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇസ്രായേലിന്റെ തീരുമാനങ്ങൾ പ്രാദേശിക പിരിമുറുക്കങ്ങളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള, ഹൂതികൾ, ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ എന്നിവയെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു ഇതൊക്കെ. ഇത് മിഡിൽ ഈസ്റ്റിൽ വിശാലമായ ഒരു സംഘർഷത്തിന് വഴിയൊരുക്കാം. 2025 ജൂലൈ 21 28 രാജ്യങ്ങൾ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രായേൽ മനുഷ്യത്വ സഹായങ്ങൾ തടയുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. എന്നാൽ ഇസ്രായേൽ ഈ വിമർശനങ്ങൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഹമാസ് ആണ് യുദ്ധം തുടരാനുള്ള ഉത്തരവാദി എന്നായിരുന്നു അവരുടെ ആരോപണം. നെതന്യാഹുവിന്റെ തന്ത്രം ഹമാസിനെ ഒറ്റപ്പെടുത്താനും ഇസ്രായേലിന്റെ പൂർണ്ണ വിജയം ഉറപ്പാക്കാനുമുള്ളതാണ്. എന്നാൽ ഈ ലക്ഷ്യം അവ്യക്തമായിട്ടാണ് ഇന്നും തുടരുന്നത്. കാരണം ഹമാസ് ഗറില്ലാ തന്ത്രങ്ങൾ ഉപയോഗിച്ച് പോരാടുന്നവരാണ്. ഭൂഗർഭ തുരങ്ക സംവിധാനങ്ങളിൽ ആശ്രയിച്ചാണ് അവർ കഴിയുന്നത്. യുദ്ധവിരാമം മാറ്റിവെക്കുന്നതിലൂടെ ഇസ്രായേൽ ഹമാസിനെ സൈനികമായി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഗാസയിലെ മനുഷ്യാവകാശ ദുരന്തത്തെ വർദ്ധിപ്പിക്കുകയും ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുകയുമാണ് ചെയ്തത്. US, ഈജിപ്ത്, ഖത്തർ എന്നിവയുടെ മധ്യസ്ഥത ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക തീരുമാനങ്ങൾ യുദ്ധം ദീർഘിപ്പിക്കാനും ശാശ്വത സമാധാനം അസാധ്യമാക്കാനുമാണ് കാരണമായത്. ഇത് ആഗോള സമൂഹത്തിൽ വിമർശനങ്ങൾക്കും ഗസയിൽ മനുഷ്യത്വ ദുരന്തത്തിനും വഴിയൊരുക്കി. എന്തായാലും ഗസയുടെ അവസ്ഥ മാറുന്നതേയില്ല. പക്ഷേ ഇസ്രായേൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഗസയിൽ നിങ്ങൾ ചെയ്തു കൂട്ടതിനൊക്കെയുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉടനെ, വൈകാതെ തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.